നമസ്കാരം. രാജ്യത്തെ ഞെട്ടിച്ച സെക്സ് സ്കാം പ്രതി സിറ്റിംഗ് MP മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ കുടുംബാംഗം HD രേവണ്ണ തൊട്ടു മുൻപ് അറസ്റ്റിലാകുന്നത് ദേവഗൌഡയുടെ ബംഗളൂരുവിലെ വീട്ടിൽ നിന്ന്. ഒളിവിലുള്ള പ്രതി പ്രജ്വൽ രേവണ്ണ JDS രാഷ്ട്രീയത്തിന്റെ യുവമുഖം. വെളിവാക്കപ്പെട്ടത് 3000-ഓളം വീഡിയോകൾ. സമ്മർദ്ദത്തിന് വഴങ്ങിയോ ബലപ്രയോഗത്തിലൂടെയോ ലൈംഗിക പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾ പ്രായഭേദമന്യേ. രാജ്യം നടുങ്ങിയോ അതോ ഇതിലേറെ കണ്ടതാണോ എന്ന് കണ്ണടച്ചോ? ഭരണാധികാരികൾ രാജ്യം ഭരിക്കുന്ന മുന്നണിയുടെ ഭാഗമാണ് JDS. മെയ് 7-ന് 2ാം ഘട്ടമാണ് കർണാടകയിൽ. പോയ മാസം പ്രധാനമന്ത്രി പ്രചാരണത്തിനും എത്തിയിരുന്നു. മിണ്ടുന്നുണ്ടോ? മുന്നണി ഭേദിക്കുന്നുണ്ടോ? മണിപ്പൂരിലെ മൗനം മുന്നണിക്കളിയിലുമോ? ഈ നാട്ടിൽ എന്തുമാകാമോ? അതിഥികൾ ചേരും നമ്മളോടൊപ്പം. BJP സഹയാത്രികൻ ശ്രീ ഷാബു പ്രസാദ്, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPM-ൽ നിന്ന്, അഡ്വക്കേറ്റ് അബിൻ വർക്കി കോൺഗ്രസിൽ നിന്ന്. വിശദമായ ചർച്ചയുടെ വേളയ്ക്ക് ശേഷം. അസംഭവ്യം എന്ന് തോന്നാവുന്ന സംഭവ വികാസങ്ങളാണ് കർണാടക രാഷ്ട്രീയത്തിലുണ്ടായത്. നമ്മുടെ രാജ്യത്ത് ഇത്രയധികം പെൺകുട്ടികൾ, ഇത്രയധികം സ്ത്രീകൾ ഈ തരത്തിൽ അധികാരത്തിൻ്റെ എല്ലാ ദുർവ്യവസ്ഥകൾക്കും ഇരയായിക്കൊണ്ട് പീഡനത്തിനിരയാകുന്നു, ദുരുപയോഗത്തിനിരയാകുന്നു എന്ന വാർത്ത നമ്മളെ തേടിയെത്തിയിട്ട് കഴിഞ്ഞ 27-ാം തീയതിയാണ് പ്രജ്വൽ നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യം വിട്ടത്. അതിന് 2 ദിവസം മുൻപ് ഒരു വ്യാഴാഴ്ച SIT, ഈ കേസ് അന്വേഷിക്കുന്ന SIT ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഈ മഹാനെതിരെ. എന്നിട്ടും രാജ്യത്ത് നിന്ന് നിയമത്തിന്റെ കയ്യെത്താത്തയിടത്തേക്ക് സുരക്ഷിതമായി പോയി ചേരാൻ അകമ്പടി സേവിക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞാലും കടന്നു പോകില്ല. അത്രമേൽ അധികാരത്തിന്റെ, നിരീക്ഷണത്തിന്റെ, സംവിധാനങ്ങളുടെ ഒക്കെ കൺമുന്നിൽ നിന്നുകൊണ്ട് സുരക്ഷിതമായ ഇടത്തേക്ക് അയാൾ കടന്നു പോയിരിക്കുന്നു. കുറച്ചു മുൻപ് HD രേവണ്ണ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ദേവഗൌഡയുടെ ബംഗളൂരുവിലെ വസതിയുടെ മുന്നിൽ വെച്ച്. രാജ്യം ഭരിക്കുന്ന മുന്നണിയുടെ ഭാഗമാണ് JDS. ഈ കാര്യത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ള വ്യക്തികൾ പ്രതികരിക്കേണ്ടതാണ്. അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നതുമാണ്. ശ്രീ ഷാബു പ്രസാദ്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ 2015-ലാണ് രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെടുന്നത്. നാരീശക്തി പ്രഘോഷിക്കാൻ തുടങ്ങിയിട്ടും 2-3 കൊല്ലമായിരിക്കുന്നു. രാജ്യത്ത് ഇത്രയധികം സ്ത്രീകൾ ക്രൂരമായ ലൈംഗിക പീഡനത്തിന്, ദുരുപയോഗത്തിന് ഇരയാകുന്നു എന്നുള്ളതിനെ ഗൗരവത്തോടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ BJP രാഷ്ട്രീയം? മാധു, ഇപ്പതാ ഈ പ്രജ്വൽ രേവണ്ണക്കെതിരെ ഇപ്പം CBI ആണ് അന്വേഷിക്കുന്നത്. CBI ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോവുകയാണ്. ഇവര് നമ്മുടെ ഇന്റർപോൾ നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇന്നതാ അയാളുടെ പിതാവ് രേവണ്ണ അറസ്റ്റിലായി. ഇതെല്ലാം നടക്കുന്നുണ്ട്. കാര്യം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകുന്നുണ്ട്. ഈ അടുത്ത സമയത്താണ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ ജനതാദൾ എസ് NDAയുടെ BJPയുടെ ഘടകകക്ഷിയാവുന്നത്. ഈ മനുഷ്യൻ MP ആയിരിക്കും. ഇപ്പൊ പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ അവിടുത്തെ നിലവിലുള്ള MP ആണ്. ആ നിലവിലുള്ള MP ആയത് UPയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് മത്സരിച്ചപ്പോഴാണ്. അതൊക്കെ പോട്ടെ, ഇനി അതൊക്കെ അതിന്റെ കാര്യമല്ല പറയുന്നത്. ഇവിടെ ഈ ഗുരുതരമായ കുറ്റങ്ങൾക്ക് തീർച്ചയായും അതിനെ സീരിയസ് ആയിട്ട് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ എടുത്തിരിക്കുന്നത്. അത് നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും. അതിൻ്റെ അകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പോകുന്നില്ല. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 27-ാം തീയതി ശനിയാഴ്ചയാണ് ശ്രീ ഷാബു പ്രസാദ് ഈ മനുഷ്യൻ നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യത്തെ ഒരു വിമാനത്താവളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അതിനു മുൻപ് വ്യാഴാഴ്ച SIT, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നിട്ടും എങ്ങനെ ഇയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു, രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നു എന്ന ചോദ്യം അങ്ങ് പറഞ്ഞ നിയമവ്യവസ്ഥയുടെ മുന്നോട്ട് പോക്കിന്റെ സൂചനയായി തന്നെ കാണേണ്ടതുണ്ടോ ഇനിയും ഈ രാജ്യത്തുള്ളവർ? ഒരു കാര്യമുണ്ട്, ഇപ്പൊ എങ്ങനെയൊക്കെ ഏതായാലും ചില പഴുതുകൾ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ സിസ്റ്റത്തിനുണ്ട്. അതിന് നമുക്ക് പ്രത്യേകിച്ച് അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇപ്പം ഇയാള് നമ്മുടെ വിജയ് മല്യ രാജ്യം വിട്ടുപോയി, നീരവ് മോദി രാജ്യം വിട്ടുപോയി. അങ്ങനെ വലിയ വലിയ കുറ്റവാളികൾ പലപ്പോഴും ഇങ്ങനെ നിയമത്തിന്റെയും അല്ലെങ്കിൽ സംവിധാനങ്ങളുടെയും പഴുതുകളിലൂടെ രക്ഷപ്പെടാറുണ്ട്. തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെടാറുണ്ട്. അപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞ ഇന്റർപോളിന്റെ മറ്റ് ഏജൻസികളുടെ ഒക്കെ നോട്ടീസ് ഒന്നും ഫലം ചെയ്യില്ല എന്ന് അങ്ങേക്ക് തന്നെ അറിയാം. നേരത്തെ പോയ ക്രിമിനലുകളൊക്കെ വളരെ സുരക്ഷിതരാണ്. അതുപോലെ തന്നെ പ്രജ്വലും ഇനി സുരക്ഷിതനായി തുടരും.
സുരക്ഷിതമാണോ അതല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് ഇതല്ല പറഞ്ഞത്. ഇപ്പൊ ഏത് രാഷ്ട്രീയ കക്ഷി ഭരിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ നിയമങ്ങൾക്കും നമ്മുടെ സംവിധാനങ്ങൾക്കും 100% ഒന്നും ഫുൾ പ്രൂഫ് അല്ല. വിദഗ്ധനായ ഒരു ക്രിമിനലിനെ പലപ്പോഴും ആ പഴുതുകൾ ഉപയോഗിക്കാൻ സാധിച്ചു എന്നൊക്കെ വരും. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലാതെ അത് കഴിയുന്നത്ര അത് അടയ്ക്കുക എന്നുള്ളതല്ലാതെ 100% ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സംവിധാനവും ഈ ഭൂമിക്ക് മുകളിൽ ഇല്ല. 100% വിധേയത്വം കാണിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ശ്രീ ഷാബു പ്രസാദ്? 100% വിധേയത്വം. ഞാൻ ചോദിക്കുന്നത്, ഇനി ഈ ക്രൈമൊക്കെ നടപ്പിലാകട്ടെ, അല്ലെങ്കിൽ ഈ ക്രൈമിന്റെ തെളിവുകളൊക്കെ പുറത്തു വന്നിട്ട് ഇയാൾ രക്ഷപ്പെട്ടു പോയിരിക്കുന്നു, യാഥാർത്ഥ്യമാണ്. ഇത്രയും കാലം എവിടെയായിരുന്നു നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം എന്നതൊരു ചോദ്യമല്ലേ? നിരന്തരം ഒരു നാട്ടിൽ 100 കണക്കിന് പെൺകുട്ടികൾ പീഡനത്തിനിരയാവുകയാണ്. അത് ഒരു സൈബർ ക്രൈമിന്റെ പരിധിയിൽ കൂടി വരുന്നുണ്ട്. ഈ പറയുന്ന വീഡിയോ മുഴുവൻ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കപ്പെടുകയാണ്. ഇതൊക്കെ നിയമം കാണാതെ പോകുന്നത് എങ്ങനെയാണ്? വളരെ ചെറിയ ആളുകളല്ല ഇതിന്റെ ഒന്നും ഭാഗമാകുന്നത്. ഈ രാജ്യത്തെ ജനപ്രതിനിധികൾ എങ്ങോട്ട് ചലിക്കുന്നു, എങ്ങനെയാണ് അവരുടെ പോക്ക്, എന്താണ് അവർ ചെയ്യുന്നത് എന്ന് നിയമം നിരീക്ഷിക്കുന്നില്ല അല്ലേ? ഒരു കാര്യമുണ്ട് മാധു, കാര്യം ഇതൊന്നും മാധുവിന് മനസ്സിലാവാഞ്ഞിട്ടല്ല. ഒരു കുറ്റകൃത്യം പുറത്തു വന്നു കഴിയുമ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അതിനെതിരെയുള്ള ആക്ഷൻസ് തുടങ്ങി. ഇല്ലെങ്കിൽ എല്ലാ കുറ്റകൃത്യങ്ങളും മുൻകൂട്ടി കാണാൻ കഴിയുന്ന അത്ര വലിയ സംവിധാനങ്ങളായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് കുറ്റകൃത്യങ്ങളേ ഉണ്ടാവില്ല. ഈ ലോകത്ത് കുറ്റകൃത്യം ഇവിടെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ധാരാളം 140 കോടി ജനങ്ങളുള്ള രാജ്യമാണ്. ഈ രാജ്യത്ത് കുറ്റകൃത്യങ്ങളും അങ്ങനെയുള്ള ക്രൈംസ് ധാരാളം നടക്കുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ഈ നാട്ടുകളിൽ നിവർന്നു നിന്ന് തല്ലുന്ന ഗുണ്ടകളുടെ കാര്യമല്ല. ഈ രാജ്യത്തെ ഒരു ജനപ്രതിനിധി രാജ്യത്തെ മുഴുവൻ നിയമത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് വർഷങ്ങൾ എത്ര പേർ അതിൽ നിസ്സഹായരായി ഇരയാകുന്നുണ്ട് എന്നതിന്റെ തെളിവുകൾ, ഇതൊന്നും നിയമം കാണാതെ പോയതിനെ നിസ്സഹായതോടെ നോക്കിക്കാണുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ ബാക്കിയുള്ളത്. അതായത് അത് പിടിക്കപ്പെടുമ്പോഴാണ്, കുറ്റകൃത്യം പിടിക്കപ്പെടുമ്പോഴാണ്, അത് പുറത്തു വരുമ്പോഴാണ്, പിന്നീടാണ് നിയമം അത് ചെയ്യുന്നത്. കാര്യം ഇത് എങ്ങനെ നമുക്ക് ഇന്റലിജൻസ് സംവിധാനം അങ്ങനെ പ്രവർത്തിക്കേണ്ടതല്ല. ഇന്റലിജൻസ് സംവിധാനം അങ്ങനെ പ്രവർത്തിക്കേണ്ടതല്ല. ശ്രീ ഷാബു പ്രസാദ്, തുടക്കമാണല്ലോ, ഞാൻ അങ്ങിലേക്ക് വരാം. അഡ്വക്കേറ്റ് അബിൻ വർക്കി, നമ്മുടെ നിയമം വളരെ സ്ട്രെയിറ്റ് ആയി മുന്നോട്ട് പോകും. ശ്രീ രേവണ്ണ അറസ്റ്റിലായിരിക്കുന്നു. അത് നിയമത്തിന്റെ ഒരു നല്ല പ്രവണത എന്ന നിലയിൽ കാണാൻ കഴിയുന്നതാണ്. നിയമമോ രാജ്യത്തെ ഭരണ സംവിധാനമോ ഈ കേസിനെ, ഈ സംഭവ വികാസങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്നതിന് തെളിവാണ് എന്നാണ് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞു വെക്കുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ വിഷയത്തിൽ. എന്തായാലും BJP ഈ ദിവസം പ്രതികരണത്തിനില്ല. NDAയുടെ ഭാഗമായ JDSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവമുഖം രാജ്യത്ത് മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്നു എന്നിരിക്കെ അതിന്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ അതിൽ പ്രതികരിക്കാനോ BJP ഔദ്യോഗികമായി തയ്യാറുമല്ല. ശരി, ഈ നിയമത്തിൽ, ഈ കേസിൽ സുതാര്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് അഡ്വക്കേറ്റ് അബിൻ വർക്കി കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടുമില്ല. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കർണാടകയിൽ നിന്ന് വന്ന വാർത്തകൾ ഇന്ത്യ രാജ്യം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ലൈംഗിക അതിക്രമമാണ് കർണാടകയിൽ നടന്നിരിക്കുന്നത്. 2976 വീഡിയോകളടങ്ങുന്ന ഒരു പെൺഡ്രൈവ്, അതിനകത്ത് തന്നെ ഏതാണ്ട് 250ഓളം സ്ത്രീകളെ, അതിൽ ഭൂരിഭാഗവും ബലാത്സംഗം ചെയ്യുന്ന ചിത്രങ്ങൾ, അതും അവരുടെ സമ്മതം കൂടാതെ മറ്റു സ്ത്രീകളുടെയും ചിത്രങ്ങൾ എടുത്തിരിക്കുന്നു. ഇതെടുത്തത് BJPയുടെ സഖ്യകക്ഷിയായ ജനതാദൾ സെക്യുലറിൻ്റെ ഒരു MP ആണ്. അത് MP എന്നതിന് അപ്പുറം ശ്രീ ദേവഗൗഡയുടെ കൊച്ചുമകനാണ്, രേവണ്ണയുടെ മകനാണ് ഇത് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ വിഷയത്തെക്കുറിച്ച് BJPക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, BJPയുടെ ഹസനിലെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ദേവരാജ് ഗൗഡ JDSുമായിട്ട് ഇവിടെ ഒരു സഖ്യം കൂടുന്ന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രേവണ്ണയ്ക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ട് എന്നും രേവണ്ണയ്ക്കെതിരെ നിരവധി സ്ത്രീകൾ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നും കൃത്യമായ കത്ത് യഗുവേന്ദ്ര എന്ന് പറയുന്ന BS യെദ്യൂരപ്പയുടെ മകൻ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷന് കൈമാറിയിട്ടുണ്ടായി. അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചും പറയുകയുണ്ടായി. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സഖ്യകക്ഷിയായ JDSന് ഹസൻ സീറ്റിൽ മത്സരിക്കാൻ അവസരം കൊടുത്തത് എന്നുള്ളത് മാത്രമല്ല, ആ ഹസൻ സീറ്റിൽ നമ്മുടെ നാരി ശക്തി, ബേട്ടി ബചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ വീമ്പിളക്കുന്ന സാക്ഷാൽ നരേന്ദ്രമോദി ഹസനിൽ പോയി പ്രസംഗിച്ച ചിത്രം ഇന്ന് വൈറലാണ്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ രേവണ്ണയ്ക്ക് കൊടുക്കുന്ന ഓരോ വോട്ടും നരേന്ദ്രമോദിക്കുള്ള വോട്ടാണ്. നിങ്ങൾ രേവണ്ണയെ വിജയിപ്പിച്ച് പാർലമെൻറ്റിൽ എത്തിക്കണം. എനിക്ക് വേണം രേവണ്ണയെ എന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പോൾ BJPക്കാർ അങ്ങനെയാണല്ലോ പറയുന്നത്, എനിക്ക് വേണം ഈ മണ്ഡലം, എനിക്ക് വേണം രേവണ്ണയെ എന്നൊക്കെ സിനിമാ സ്റ്റൈലിൽ പറഞ്ഞിട്ട് പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്രയും വലിയ ലൈംഗിക അതിക്രമം ഈ രാജ്യത്തുണ്ടായിട്ട് ഒന്ന് വാക്കുകൊണ്ടൊന്ന് വിമർശിക്കാൻ പോട്ടെ, ഒന്ന് അപലപിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മളിവർ പറയുന്നത് കേൾക്കാമായിരുന്നു. പക്ഷേ നാളിതുവരെയായിട്ട്
BJPയുടെ ഔദ്യോഗിക പ്രതിനിധിക്ക് പോലും വന്ന് ഇതിനെ ഒന്ന് അപലപിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടുത്തരവാദിത്തം BJPക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെ രേവണ്ണ രക്ഷപ്പെട്ടു? 27-ാം തീയതി പോലീസ് രേവണ്ണയുടെ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ രേവണ്ണയ്ക്ക് ഈ രാജ്യം കടക്കാനുള്ള അവസരം എങ്ങനെയുണ്ടായി? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ BJPയുടെ പ്രതിനിധി അല്ലെങ്കിലും BJPയുടെ സഹയാത്രികനായ ഷാബു പ്രസാദ് ചില പേരുകൾ പറഞ്ഞു. വിജയ് മല്യ, മെഹുൽ ചോക്സി, ലളിത് മോദി, ഇവരൊക്കെ എങ്ങനെയാണ് സാർ രക്ഷപ്പെട്ടത്? ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഫ്രോഡ് കേസുകളിൽ ഈ രാജ്യത്തെ പറ്റിച്ച് കടന്നു പോകാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് കേന്ദ്ര സർക്കാരാണ്. ഷാബു പ്രസാദ് ഒരു കാര്യം കൂടി പറഞ്ഞു, മത്സരിച്ചതും ജയിച്ചതും ആരുടെ സീറ്റിലാണ് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. ഞങ്ങളുടെ മുമ്പിൽ വന്നാൽ ഞങ്ങൾ ഉറപ്പായിട്ടും ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്ക് ഇന്ത്യ ടുഡേയുടെ ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ADR പുറത്തുവിട്ട കണക്കാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിൽ ഉൾപ്പെട്ടിട്ടും മത്സരിക്കാൻ ടിക്കറ്റ് കൊടുത്ത പാർട്ടിയുടെ പേര് BJP എന്നാണ്. രണ്ടാമത് അങ്ങനെ ടിക്കറ്റ് കൊടുത്ത പാർട്ടിയുടെ പേര് BSP എന്നാണ്. ഞങ്ങൾ അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അതിനെ തള്ളിപ്പറയുമെന്ന് മാത്രമല്ല, ഏത് തെരഞ്ഞെടുപ്പിന്റെ ഏത് ഘട്ടത്തായാലും ഞങ്ങൾ ആ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. ഞാൻ വരാം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, മണിപ്പൂരിൽ 78 ദിവസമാണ് പ്രധാനമന്ത്രി മിണ്ടാതെയിരുന്നത്. അതിനുശേഷം 30 സെക്കൻഡ് എടുത്ത് അദ്ദേഹം വിശദീകരിക്കുന്നതും രാജ്യത്തിന് മൗനമായി നിന്ന് കേൾക്കേണ്ടി വന്നു. ഇത്രയും ദിവസങ്ങൾ, ഇത്രയും വിവാദങ്ങൾ, ഇത്രയും വലിയ വേദന, മിണ്ടിയിട്ടില്ല. അല്ല, നരേന്ദ്രമോദി പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ മുന്നണി ഒരു വർഗീയ മുന്നണിയാണ്. ഈ രാജ്യത്ത് ഹിന്ദു രാഷ്ട്രമുണ്ടാക്കണമെന്ന് വാദിക്കുന്ന മുസ്ലിം വിരുദ്ധവും ദളിത് വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് രാഷ്ട്രീയ അധികാരം ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ഒരു മുന്നണിയാണ്, പാർട്ടിയാണ് നരേന്ദ്രമോദി പ്രതിനിധീകരിക്കുന്ന BJPയും NDAയും. ഇപ്പോൾ ഈ NDAയിൽ ഒരുപാട് ക്രിമിനലുകളുണ്ട്. രാജ്യത്തെ ഞെട്ടിച്ച കൂട്ടക്കൊലകൾ നടത്തിയ ആളുകളുണ്ട്. നമുക്ക് ബിൽക്കീസ് ബാനു സംഭവം അറിയാമല്ലോ. ആ പെൺകുട്ടിയോട് എത്ര നീതിരഹിതമായിട്ടാണ് പെരുമാറിയത്, എത്ര ക്രൂരമായിട്ടാണ് പെരുമാറിയത്. അവർ 5 മാസം ഗർഭിണിയായിരുന്നു, അവരുടെ കുഞ്ഞിനെ കൊന്നു, എന്നിട്ട് റേപ്പ് ചെയ്തു. അങ്ങനെ ഉള്ള ഒരാൾക്കെതിരായിട്ട് നിയമ പോരാട്ടം നടത്തി അതിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അവരെ ജയിലിൽ നിന്ന് പുറത്തുവിടാൻ അനുമതി കൊടുത്തു എന്ന് മാത്രമേ, ഇളവ് കൊടുത്ത് പുറത്തുവിട്ടു എന്ന് മാത്രമല്ല, പുറത്തു വരുമ്പോൾ ജയിൽ കവാടത്തിൽ പോയി മാലയിട്ട് സ്വീകരിച്ച ഒരു പാർട്ടിയുടെ പേരാണ് BJP എന്നത്. ആ BJP ഇപ്പോൾ ഇവിടെ നമ്മൾ കർണാടകയിൽ മാത്രം നിൽക്കണ്ട, UPയിലേക്ക് പോകൂ. അവിടെ മത്സരിക്കുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിൻ്റെ മകൻ കരൺ ഭൂഷൺ സിംഗ്, ഇദ്ദേഹം ആരായി? ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് അദ്ദേഹം വെറും ഒരു ഈ ഗുസ്തി താരങ്ങൾക്കെതിരായിട്ട് ലൈംഗിക കുറ്റങ്ങളുള്ള ആൾ മാത്രമാണോ? അല്ല, ഇന്ത്യയെ ഞെട്ടിച്ച ബോംബെ സ്ഫോടനത്തിലെ പ്രതികളായിരുന്ന മേമൻ സഹോദരന്മാർക്ക് ഷെൽട്ടർ കൊടുത്ത ആളാണ്. അതിൻ്റെ പേരിൽ CBI അദ്ദേഹത്തിനെതിരായിട്ട് ടാഡയനുസരിച്ച് കേസെടുത്തു. അങ്ങനെ കേസെടുക്കുമ്പോൾ അദ്ദേഹം ലോകസഭാംഗമായിരുന്നു. ആ ലോകസഭാംഗമായിരുന്ന സമയത്ത് അന്ന് വാജ്പേയി BJPയുടെ പാർലമെന്ററി പാർട്ടി ലീഡറാണ്. അങ്ങനെയാണ് വാജ്പേയി അദ്ദേഹത്തോട് രാജി വാങ്ങിച്ചതിന് ശേഷം ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് മത്സരിച്ച മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് തന്നെ ടിക്കറ്റ് കൊടുത്തില്ലേ? അപ്പോൾ ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ പോലുള്ള വലിയ കാമാന്തന്മാരും ക്രിമിനലുകളും വർഗീയ കുറ്റവാളികളുമൊക്കെ അണിനിരന്നിരിക്കുന്ന അത്തരം യുദ്ധപ്രഭുക്കന്മാരുടെ മുന്നണിയാണ് നരേന്ദ്രമോദിയുടെ മുന്നണി. അത് ജനാധിപത്യപരമായ ഒരു രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായി ഉണ്ടാവേണ്ട സുതാര്യതയുള്ള പാർട്ടിയാണോ? ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായിട്ട് രാജ്യത്തിന്റെ അഭിമാനങ്ങളായ താരങ്ങൾ നടത്തിയ സമരത്തെ എത്ര മണിപ്പൂരിൽ 2 സ്ത്രീകൾ അത്രമേൽ അപമാനിക്കപ്പെട്ട് അത്രമേൽ കൊടിയ പീഡനത്തിനിരയായി പോയതിനു ശേഷം രാജ്യമെമ്പാടും പ്രതിഷേധങ്ങൾ ഉണ്ടായ സമയത്ത് ബിരൻ സിംഗ് എന്താണ് പറഞ്ഞത്? ഇതുപോലെയുള്ള 100-ലേറെ റേപ്പുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, അത് സ്വാഭാവികമാണ്. കേട്ടതാണല്ലോ ഈ നാട്. അപ്പൊ ഇതിൽ സ്വാഭാവികമായി കാണാൻ കഴിയുന്നവരാണെങ്കിൽ മിണ്ടായ്മയാണല്ലോ നല്ലത്. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ സ്വാഭാവികമാണ്. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുന്ന ആളുകൾ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു. ഇവിടെ ഷാബു പ്രസാദ് എത്ര ദയനീയമായിട്ടാണ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. നിയമത്തിൻ്റെ പഴുതുകൾ സ്വാഭാവികം. ഇതൊക്കെ രാജ്യത്ത് ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളുണ്ട്. ഇത്തരം കുറ്റവാളികൾക്കൊക്കെ രക്ഷപ്പെട്ടു പോകാൻ കുറ്റവാളികൾ വലിയ ബുദ്ധിമാന്മാരാണ്. ഇതൊക്കെയാണല്ലോ ഷാബു പ്രസാദ് പറഞ്ഞത്. കുറ്റവാളികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടാകാം, പക്ഷേ ഭരണകൂട സംവിധാനം അതിനൊത്താശ ചെയ്യുന്നു. ഇവിടെ അബിൻ വർക്കി സൂചിപ്പിച്ചതുപോലെ ഈ അസനിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി കൂടിയാണല്ലോ ഈ പ്രജ്വൽ രേവണ്ണ. ആ പ്രജ്വൽ രേവണ്ണയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രസംഗിച്ച നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത്? ദേവരാജ ഗൗഡയുടെ കയ്യിൽ 3000-ഓളം ഈ ലൈംഗിക കുറ്റകൃത്യങ്ങളുള്ള
ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ വീഡിയോസ് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലേ? അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം അറിയില്ലേ? അദ്ദേഹം BJP നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവന്നതില്ലേ? അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങളെയൊന്നും കുറ്റമായി കാണാത്ത എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങളോടും എല്ലാ അതിക്രമങ്ങളോടും ഒത്തുതീർപ്പ് നടത്തുന്ന അതൊന്നുമല്ല പ്രശ്നം. ഹിന്ദു രാഷ്ട്രം മാത്രമാണ് പ്രശ്നം. അതിനാരെ കൂടെ കൂട്ടാമോ അവരെ എല്ലാം കൂട്ടും, ഏത് ക്രിമിനലുകളെയും കൂട്ടും. ഇതാണ് പ്രതി രേവണ്ണയെ പോലുള്ള ആളുകളെ സംരക്ഷിക്കുന്നത് നമ്മൾ കാണുന്നത്. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ് അബിൻ വർക്കി ആരോപിക്കുന്നത് എപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞു കുറച്ച് നാളല്ലേ ആയുള്ളൂ JDS NDAയുടെ ഭാഗമായിട്ട് എന്ന്. ആ കുറച്ച് നാളുകൾക്ക് മുമ്പ് അങ്ങനെ ഒരു രാഷ്ട്രീയ മുന്നണി രൂപീകരിക്കുന്ന സമയത്ത് BJPയുടെ പ്രാദേശിക നേതാക്കൾ ഇതിനെതിരെ പ്രതിഷേധമുയർത്തുകയോ ഇത് സംബന്ധിച്ച വിവരം കൈമാറുകയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു നടപടിയും ഉണ്ടായില്ല. പക്ഷെ അതിന് കാരണം 4 വോട്ടാണ്. ഇപ്പുറത്ത് 4 വോട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് കണ്ണടച്ചു കളഞ്ഞു എന്ന് വേണമോ വിചാരിക്കാൻ? 2014 മുതൽ ഇങ്ങോട്ട് 31% വർധനവ് രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്ത് മുദ്രാവാക്യമാണ് സ്ത്രീകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ മുഴക്കുന്നത്? മാധവ്, ഇവിടെ ഇപ്പൊ അബിൻ വർക്കി വളരെ ഘോരമായിട്ട് സംസാരിച്ചു. കർണാടക സംസ്ഥാനം ഭരിക്കുന്നത് ആരാണ്? കർണാടകത്തിലെ പോലീസും അവിടുത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങളും എല്ലാം കോൺഗ്രസിന്റെ കീഴിലാണ്. ഈ കർണാടക ഈ BJPയുടെ NDAയുടെ ഘടകകക്ഷിയായി ഇവർ ജനതാദൾ എസ് വരുമ്പോഴും എന്തിന് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ആരോപണം ഈ വിവാദം ഉണ്ടാകുന്നത് വരെ കോൺഗ്രസിന് പോലും ഈ പരാതി ഉണ്ടായിരുന്നില്ലല്ലോ. ഇത്രയും കാലം അവർക്കറിയില്ലായിരുന്നു ഈ സംഭവം. ഇതിനെപ്പറ്റി ഒരക്ഷരം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നതിനെപ്പറ്റി ഒരക്ഷരം ഈ കോൺഗ്രസോ CPM ആരെങ്കിലും ഉയർത്തിയിട്ടുണ്ട്? അവർക്കും അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അവർ മൂടി വെച്ചതാണ്. ഈ 2 കാരണമേ ഇതിനകത്തുള്ളൂ. ഈ രണ്ടേ. ഒരു ആരോപണം വരുമ്പോൾ, ഒരു വിവാദം ഉണ്ടാകുമ്പോൾ, ഒരു കുറ്റകൃത്യം പുറത്തു വരുമ്പോഴാണ് പിന്നീടാണ് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നത്. അങ്ങനെയാണ് ഈ രാജ്യത്തെ രീതി എന്ന് പറയുന്നത്. പിന്നെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അങ്ങനെ സ്ത്രീകളോടുള്ള അവരുടെ പാർട്ടിക്കുള്ള ആ ബഹുമാനമൊക്കെ ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്നത് കണ്ട് എനിക്ക് തന്നെ ഇവിടെ നിന്ന് രോമാഞ്ചം അണിയുകയാണ്. കാര്യം ഈ തീവ്രത അളക്കാനുള്ള യന്ത്രവുമായി ഈ നാടുനീളെ നടക്കുന്ന ഒരു പാർട്ടിയാണ്. സ്വന്തം പാർട്ടി കോടതിയും പാർട്ടി പോലീസും വെച്ച് നാടുനീളെ നടന്ന് പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന ഏർപ്പാടാണ് അവരുടെ. പിന്നെ ഈ കുറ്റവാളികളോടും കുറ്റകൃത്യങ്ങളോടുമുള്ള അവരുടെ മനോഭാവം. ഇവരുടെ ഒരു നേതാവുണ്ടായിരുന്നല്ലോ, കുഞ്ഞിക്കണ്ണൻ. ഈ രാജ്യത്തെ കോടതി, നീതിന്യായ സംവിധാനം കുറ്റവാളി, കൊലപാതകി എന്ന് വിധിച്ച ആ മനുഷ്യൻ ചത്തു തൊലഞ്ഞപ്പം അയാളുടെ ആ ചീഞ്ഞ ബോഡിയും പൊക്കിയെടുത്തോണ്ട് ഈ നാട് നീളം നടന്ന് ശ്രീ ഷാബു പ്രസാദ് അല്ലല്ല, മരിച്ച മനുഷ്യർക്ക് മനുഷ്യാന്തസ് ഉണ്ട്. അത് നിയമം ഉറപ്പു നൽകുന്നതാണ്. അല്ലല്ല, നന്നായി സംസാരിക്കണം. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമം അതിന് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. വർഗീയവാദികൾക്ക് എന്ത് മരിച്ച മനുഷ്യത്വമില്ലാത്ത നിർമാനുഷികമായ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് ഈ ഷാബു പ്രസാദ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കൊലപാതകം ആരാവട്ടെ, അയാൾ മരണപ്പെട്ടു പോയ ഒരാളാണ് ഷാബു പ്രസാദ്. പക്ഷെ അങ്ങനെ മരിക്കുന്ന മനുഷ്യരെ നമ്മൾ അങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കാറില്ല. പ്രതിരോധം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യർക്ക് ചേരുന്നതല്ല. നീതിന്യായ വ്യവസ്ഥ കൊലപാതകി എന്ന് വിധിച്ച മനുഷ്യനെ ആ രീതിയിലെ ചത്തു എന്നേ പറയൂ. അങ്ങനെ മനുഷ്യനെ കുറിച്ച് പറയാറില്ല ശ്രീ ഷാബു പ്രസാദ്. അങ്ങനെ മനുഷ്യനെ കുറിച്ച് പറയാറില്ല. നമ്മൾ മനുഷ്യനെ കുറിച്ച് ആ വാക്ക് ഉപയോഗിക്കാറില്ല. പുരോഗമിച്ച സമൂഹം ഉപയോഗിക്കാറില്ല. മനുഷ്യന്റെ 2 കൈയും 2 കാലുമുള്ള മൃഗമാണ് അയാൾ. അയാളെ മനുഷ്യന്റെ വാക്കുകൾക്കൊന്നും വ്യക്തിപരമായി തിരഞ്ഞെടുക്കുന്ന വാക്കുകൾക്ക് എനിക്ക് ഉത്തരവാദിത്തമില്ല. മറുപടി പറയാനില്ലെങ്കിൽ ചർച്ചയിൽ നിന്ന് പോകുന്നതാണ് നല്ലത്, അല്ലാതെ മറ്റു കാര്യങ്ങൾ പറയണ്ട. ഇവിടെ കുഞ്ഞിക്കണ്ണനെ മറുപടി പറയാനില്ലെങ്കിൽ ചർച്ചയിൽ നിന്ന് പോകുന്നതാണ് നല്ലത്, അല്ലാതെ വിഷയം മാറ്റണ്ട. തീരുമാനിക്കുന്ന കുഞ്ഞിക്കണ്ണൻ, അത് ഞാനും അതും കൂടെ തീരുമാനിച്ചോളാം. അത് നിങ്ങളുടെ സഹായം. അങ്ങനെ നമ്മൾ തമ്മിൽ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ശ്രീ ഷാബു പ്രസാദ്, ഒരു ചർച്ചയ്ക്ക് ജനാധിപത്യപരമായ, മനുഷ്യാവകാശപരമായ, മനുഷ്യത്വപരമായ കാര്യങ്ങൾ എല്ലായിടത്തും ഉണ്ടെന്ന്. മനുഷ്യാവകാശപരമായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ വിധിക്കേണ്ടത് നിയമമാണെന്ന് വിധിച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ചോദ്യം ചെയ്യാം.
ചോദ്യം ചെയ്യാം. ശരി, അത് അവസാനിപ്പിക്കൂ. അങ്ങന്റെ മറുപടിയിലേക്ക് വരൂ. അങ്ങന്റെ മറുപടിയിലേക്ക് വരൂ. അതുപോലെ ഇനി മറ്റൊന്ന്, ഇവിടെ മണിപ്പൂരിനെ പറ്റി പറഞ്ഞല്ലോ. മണിപ്പൂരിലെ സ്ത്രീകൾ നഗ്നരായി പ്രകടനം നടത്തിയത് ആരുടെ കാലത്താണ്? അവിടെ ഞങ്ങളെ റേപ്പ് ചെയ്തതിൽ നിന്ന് രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ കണ്ട കാലം മുഴുവൻ. അന്ന് ഇവിടെ ആർക്കും ഈ മനുഷ്യാവകാശവും കാര്യം മണിപ്പൂർ പറഞ്ഞില്ലായിരുന്നുവെന്ന്? അന്ന് ഇവിടെ ആർക്കും മനുഷ്യാവകാശ പ്രശ്നങ്ങളില്ലായിരുന്നു എന്ന് ആര് പറഞ്ഞു? കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു. പക്ഷേ അതിനെതിരെ ഇന്ന് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കേന്ദ്ര നേതൃത്വവും നിങ്ങളുടെ സംസ്ഥാന നേതൃത്വവും ഉള്ളൊരു മണ്ണിൽ അവിടുത്തെ അതേ സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് നടത്തിച്ച് റേപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ല. 78 ദിവസം മിണ്ടിയില്ല. അതായത് ഞാൻ പറഞ്ഞ അവിടുത്തെ സ്ത്രീകൾ ഈ കണ്ട കാലം മുഴുവനും അവിടെ ആ സ്ത്രീകൾക്ക് നഗ്നരായി പ്രതിഷേധിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഈ നാട്ടിൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗോ അല്ലെങ്കിൽ ഇവരെ എത്ര അക്ഷരം മിണ്ടിയിട്ടുണ്ട്? നിങ്ങൾ മോദി ഒരക്ഷരം മിണ്ടിയില്ല എന്ന് പറഞ്ഞല്ലോ. മൻമോഹൻ സിംഗ് എത്ര അക്ഷരം മിണ്ടിയിട്ടുണ്ട്? അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി എത്ര അക്ഷരം മിണ്ടിയിട്ടുണ്ട്? അല്ല, അതിന് അഡ്വക്കേറ്റ് അബിൻവർക്ക് മറുപടി പറയട്ടെ. അതൊരു രാഷ്ട്രീയ ചോദ്യമാണ്, മറുപടി പറയട്ടെ. അല്ല, അന്ന് നഗ്നരായ സ്ത്രീകൾ പ്രതിഷേധിച്ചുവെങ്കിൽ അന്ന് നഗ്നരായി പ്രതിഷേധിച്ച സ്ത്രീകൾ പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിരന്തരം റേപ്പ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല, ഞങ്ങളെ റേപ്പ് ചെയ്യൂ എന്നാണ്. അത് അമ്മമാരുടെ പ്രതിഷേധമാണ്. പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളല്ല മണിപ്പൂരിൽ കണ്ടത്. പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളല്ല കണ്ടത്. അതെ, അതുപോലെ ഞാൻ വേറൊന്ന് പറയാം. ഈ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയൊരു കുറ്റകൃത്യത്തിനോട് ശ്രീ ഷാബു പ്രസാദ്, വേറെ ഒന്നുകളെ കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആ ഒന്നിനെ പറ്റി സംസാരിക്കാനില്ല. എനിക്കും സംസാരിക്കാനുണ്ടെന്ന് ഞാനും പറയട്ടെ. ഈ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയൊരു കുറ്റകൃത്യത്തിനോട് ഈ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി പ്രതികരിച്ചത്, 3000-ഓളം മനുഷ്യർ മരിച്ചു വീണ ഒരു കലാപത്തിനോട് പ്രതികരിച്ചത്, ഇവിടെ ഒരു വൻമരം വീഴുമ്പോൾ കുറെ ഭൂമിയൊക്കെ ഒന്ന് കുലുങ്ങും, കുറെ പാറ്റയും തവളയൊക്കെ ചാകും എന്നാണ് ഇവിടുത്തെ ഈ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി പ്രതികരിച്ച കഥയാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് പ്രതികരണങ്ങളുടെ കാര്യമൊക്കെ വിട്. അതിന് ഓരോ സാഹചര്യത്തിനും അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകും, അത്രേ പറഞ്ഞുള്ളൂ. ഇത് ഈ കേസ് നിങ്ങൾ പഠിച്ചത് അല്ലേ? നിങ്ങൾക്ക് 70 വർഷം പല തെറ്റുകൾ തിരുത്തിയെന്നാണല്ലോ പ്രഘോഷിക്കാറ്. കോൺഗ്രസിന്റെ ചരിത്രം ഇത് പറയുന്ന, ഇവിടെ കടന്ന് വലിയ വർത്തമാനം പറയുന്ന കോൺഗ്രസിനെ അവരുടെ ചരിത്രം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളത്. നിങ്ങളുടെ വർത്തമാനം ഏത് വർത്തമാനം അല്ല, നിങ്ങളുടെ വർത്തമാനകാലമോ? അതായത് ഇതിപ്പോൾ ഇവിടെ നടന്ന ഒരു കുറ്റകൃത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെതിരെ ആ കുറ്റകൃത്യത്തിനെ വേണ്ടത്ര ഗൗരവത്തോടു കൂടി ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷിക്കുന്ന കണ്ട അയാൾക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് CBI പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും. അങ്ങനെയാണ് പോകേണ്ടതും, അത് നടക്കുന്നുമുണ്ട്. ശരി, അഡ്വക്കേറ്റ് അബിൻവർക്കി, മണിപ്പൂരിൽ CBIയുടെ കുറ്റപത്രം പറഞ്ഞത് പോലീസ് കാഴ്ചക്കാരായി നോക്കി നിന്നു മണിപ്പൂരിൽ സ്ത്രീകൾ നഗ്നരാക്കി പരേഡ് ചെയ്യപ്പെടുമ്പോൾ എന്നുള്ളതാണ്. ആ മൗനം അതേപടി ആവർത്തിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ ചരിത്രത്തിലേക്കാണ് ശ്രീ ഷാബു പ്രസാദിന് വിരൽ ചൂണ്ടാനുള്ളത്. നിങ്ങൾക്ക് പ്രതികരിക്കാനോ നിങ്ങൾക്ക് വിമർശിക്കാനോ ധാർമ്മികമായ അടിത്തറയില്ല എന്ന്. ചരിത്രം നോക്കിയാൽ ചാരിത്രം പോകുന്ന ആർക്കാണെന്നൊക്കെ ചരിത്രം മനസ്സിലാക്കുന്നവർക്കറിയാം. അപ്പോൾ വർത്തമാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വർത്തമാനം തന്നെ നമുക്ക് സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു വിഷയം പറയുമ്പോൾ ഇന്ന് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ലൈംഗിക അതിക്രമ കേസിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ TP ചന്ദ്രശേഖരൻ വധക്കേസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അത് എത്രമാത്രം നിങ്ങൾ പ്രതിരോധത്തിലാണ് എന്നുള്ളതിൻ്റെ തെളിവ് മാത്രമാണ് എന്ന് ശ്രീ ഷാബു പ്രസാദിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനിയും ചർച്ച ചെയ്യും, അതിൻ്റെ അവസാന പ്രതി പിടിക്കപ്പെടുന്നതുവരെ ചർച്ച ചെയ്യും. പക്ഷേ അതല്ല ഇന്നത്തെ പ്രശ്നം. ഇന്നത്തെ പ്രശ്നം എന്താണ്? ശ്രീ ഷാബു പ്രസാദ്, ഇത് നിങ്ങൾ നിസ്സാരമായിട്ട് എടുക്കരുത്. അതിൻ്റെ കാരണം 3000-ഓളം വീഡിയോകൾ, അതിൽ 250 സ്ത്രീകളുടെ വീഡിയോകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്നെ പരാതി കൊടുത്തിരിക്കുന്നത് JDSൻ്റെ പ്രവർത്തകരും. 68 വയസ്സുള്ള വീട്ടുവേലക്കാരിയെ റേപ്പ് ചെയ്യാൻ പിടിക്കുമ്പോൾ ആ വീട്ടുവേലക്കാരി ഈ രേവണ്ണയോട് പറയുന്നത്, ഞാൻ താങ്കളുടെ അച്ഛനും താങ്കളുടെ അപ്പൂപ്പനും വെച്ചു വിളമ്പി കൊടുത്ത ഒരു വീട്ടുവേലക്കാരിയാണ്, എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കൈകൂപ്പി അപേക്ഷിക്കുന്ന വീഡിയോ അടക്കം ചിത്രീകരിച്ച ആ സൈക്കോ ക്രിമിനൽ, അയാളെക്കുറിച്ചാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇയാൾക്ക് വോട്ട് ചെയ്താൽ അത് എനിക്കുള്ള വോട്ടാണെന്നും ഇയാളെ പാർലമെന്റിൽ വേണം എന്നും പറയുന്ന സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
ഇദ്ദേഹം നാരീ ശക്തിയെക്കുറിച്ചാണോ ഏതെങ്കിലും നാറികളുടെ ശക്തിയെക്കുറിച്ചാണോ പറയുന്നത് എന്ന് വരെ ചിന്തിച്ചു പോകേണ്ട അവസ്ഥയുണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഇനി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വീണ്ടും പറയുന്നു, ദേവരാജ് ഗൗഡ കൊടുത്ത കത്ത്, ആ കത്തും ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അപ്പോൾ അത് ചിന്തിക്കാൻ പറ്റിയില്ല? പിന്നെ ഇത് അന്വേഷിക്കുന്നുണ്ടോ? ഇന്ന് രേവണ്ണ അറസ്റ്റിലായി സാർ. രേവണ്ണ അറസ്റ്റിലായത് BJPയുടെ ഏതെങ്കിലും ശക്തി കൊണ്ടല്ല. രേവണ്ണ അറസ്റ്റിലാവുന്നതിൻ്റെ കാരണം കർണാടക ഭരിക്കുന്നത് സിദ്ധരാമയ്യയും അതിന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് DK ശിവകുമാർ ആണ് എന്നുള്ളത് കൊണ്ടാണ് രേവണ്ണയെ അറസ്റ്റ് ചെയ്തത്. എവിടെ നിന്ന് അറസ്റ്റ് ചെയ്തതെന്നറിയോ? സാക്ഷാൽ ദേവഗൗഡയുടെ വീട്ടിൽ പോയ അറസ്റ്റ് ചെയ്തത്. അത് ഉള്ളത് അവിടെ ഒരു കരുത്തരായ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഉള്ളത് കൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് അവർ നിൽക്കട്ടെ. BJPക്ക് പ്രതിരോധം ഇല്ല എന്നുള്ളത് BJPയുടെ ഔദ്യോഗിക പ്രതിനിധി വരാത്തപ്പോൾ തന്നെ നമുക്കറിയാം. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുക, ഇവിടെ വെസ്റ്റ് ബംഗാളിൽ നടന്ന കേസിനെ കുറിച്ച് പറയാൻ സ്മൃതി ഇറാനിക്ക് നാവുണ്ട്. ഇവിടുത്തെ വനിതാ കമ്മീഷൻ അംഗം അവിടെ പോയി, വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ അവിടെ പോയി മാർച്ച് നടത്തി. BJPയുടെ നേതാക്കന്മാർ ഒന്നിനൊന്നായി പുറകെ വന്ന് അപലപിച്ചു. എന്തുകൊണ്ട് രേവണ്ണയെ കുറിച്ച് ഒരു വാക്ക് പറയാൻ നരേന്ദ്രമോദി തൊട്ട് താഴെ ശാഖയിലെ സാധാ കാര്യവാഹകന് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അതും മാത്രമല്ല, ബ്രിജ് ഭൂഷന്റെ കേസ് നമുക്കറിയാം. 6 ദേശീയ അന്തർദേശീയ താരങ്ങൾ അവർ വന്ന് പരസ്യമായി പറഞ്ഞിട്ട് ആ പ്രതിയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയെടുത്തത് BJP ആണ്. ഈ നരേന്ദ്രമോദി ഒരു വാക്കുകൊണ്ടെങ്കിലും അപലപിച്ചിട്ടുണ്ടോ? CV ആനന്ദ ബോസ് മകൻ സ്ഥാനാർത്ഥി അവിടെ. CV ആനന്ദ ബോസിനെതിരെ, ബംഗാൾ ഗവർണറായ CV ആനന്ദ ബോസ് മലയാളിക്കെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണം വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ബംഗാളിലെ മറ്റു വിഷയങ്ങളിൽ ഇടപെടുന്ന ദേശീയ വനിതാ കമ്മീഷനും സ്മൃതി ഇറാനിക്കും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇവിടുത്തെ സാധാ ലോക്കൽ സംഘികൾക്ക് വരെ അതിനെപ്പറ്റി ഒരു വാക്ക് പറയാൻ കിട്ടിയില്ല? അതാണ് പറയുന്നത്, നിങ്ങൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത് വ്യാജമാണ്. നിങ്ങൾ നാരി ശക്തി എന്ന് പറയുന്നത് ചില നാറികൾക്ക് ശക്തി കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു, നരേന്ദ്രമോദിയുടെ വായടഞ്ഞു പോയി സാർ. ദേശീയ മാധ്യമങ്ങൾ അത് നിങ്ങളെ പറഞ്ഞു പോകണല്ലോ മാധു. നിങ്ങൾ ഇന്ന് ഇവിടെ ചർച്ച നടത്തുന്നുണ്ട്. ഈ RSSന്റെ കാര്യാലയത്തിൽ നിന്ന് ഇട്ടുകൊടുക്കുന്ന ബിസ്ക്കറ്റ് നക്കിത്തെന്നുന്ന ചില ദേശീയ മാധ്യമങ്ങൾ, ഞാൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കും. കാരണം എന്താണെന്നറിയോ? ഈ വിഷയം ഉണ്ടായിട്ട്, ഈ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ട് അതൊന്ന് ചർച്ചയ്ക്ക് എടുത്തു വെക്കാൻ രാഹുൽ ഗാന്ധി മിണ്ടിയാൽ ചർച്ച, രാഹുൽ ഗാന്ധി മിണ്ടിയില്ലെങ്കിൽ ചർച്ച, സോണിയാഗാന്ധിയെ കുറിച്ച് ചർച്ച, ഈ ചർച്ച നടത്തുന്ന ദേശീയ മാധ്യമങ്ങൾക്ക് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ട് ഒരു ചർച്ച പോലും സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് BJPയുടെ ആണിക്കല്ലടിക്കുന്നത് ഈ വിഷയമായിരിക്കും. 1 2. ഇപ്പൊ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഇവിടെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഇന്ന് BJP ഔദ്യോഗിക പ്രതിനിധി അല്ല എങ്കിൽ പോലും ഇന്ന് CPMന് നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്ത് മറുപടി പറയാം. കാരണം JDSന്റെ കേരള ഘടകം CPMന്റെ ഘടകകക്ഷിയാണ്, LDFിലെ അംഗമാണ്. ഇല്ലെങ്കിൽ ഇന്ന് കൃഷ്ണൻകുട്ടിയും മാത്യു T തോമസും വന്നിട്ട് ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് ദേവഗൗഡ അല്ല എന്നും ഞങ്ങൾക്ക് മറ്റൊരു ദേശീയ പ്രസിഡന്റ് ഉണ്ട് എന്നും പറയട്ടെ. ഇല്ലെങ്കിൽ അവർ രാജിവെക്കട്ടെ, ഇല്ലെങ്കിൽ അവർ മറ്റൊരു പാർട്ടി പ്രഖ്യാപിക്കട്ടെ. മാസം 5 കഴിഞ്ഞു സാർ. എന്തുകൊണ്ടാണ് BJPയുടെ ഒരു ഘടകകക്ഷി, സംഘി ഘടകകക്ഷി, ഇത്രയും വലിയ ഗുരുതരമായ ആരോപണത്തിൽപ്പെടുന്ന ഒരു ഘടകകക്ഷിയെ LDF യോഗത്തിൽ ഇരുത്തിക്കൊണ്ട് സാക്ഷാൽ പിണറായി വിജയൻ ചായ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പങ്കിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ CPM. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, 28 ഇടങ്ങളിൽ 14 അവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്. മെയ് 7 കർണാടകയിൽ 2ാം ഘട്ടം. മിണ്ടാൻ കഴിയുമോ BJPക്ക്? അവിടെ കിട്ടേണ്ട വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നടപടി, പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ നോട്ടീസുകളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കേണ്ടതുണ്ടോ? ഒപ്പം അബിൻ ആരോപിച്ച കാര്യത്തിലുള്ള മറുപടിയും. അല്ല, ആദ്യം നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും ലഘുവായ പ്രശ്നങ്ങൾ ഇതുമായിട്ട് താരതമ്യം ചെയ്യരുത്. രാജ്യം കണ്ട ഏറ്റവും സംഘടിതമായ ഒരു സൈക്കോ ക്രിമിനൽ നടത്തിയിട്ടുള്ള ഏറ്റവും ഭീകരമായ ഒരു ലൈംഗിക ആക്രമണ കേസാണ് നമ്മുടെ മുമ്പിലുള്ളത്. മനുഷ്യത്വമുള്ള, ജനാധിപത്യബോധമുള്ള ഒരാൾക്കും ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ഇതിനെ സാമാന്യവൽക്കരണങ്ങളിലൂടെയോ ഏതെങ്കിലും ആളുകളുടെ തീവ്രത അളക്കുന്ന യന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പ്രതിരോധിക്കാൻ കഴിയാത്തത്ര ഭീകരമായ രാഷ്ട്രത്തോട് ചെയ്യുന്ന കുറ്റമാണ്. ഈ ബ്രിജുഭൂഷൺ ശരൺദാസിൻ്റെ മകന് സീറ്റ് കൊടുത്തപ്പോൾ എന്താണ് സാക്ഷി മാലിക് പറഞ്ഞത്? രാജ്യത്തെ പെൺമക്കൾ തോറ്റു എന്നാണ്. നിങ്ങൾ നാരീ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മൾ അത്രാസിൽ കണ്ടതാണ്, ഉന്നാവൂരിൽ കണ്ടതാണ്. പരസ്യമായി റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയെ അവരുടെ നാവരിഞ്ഞു കളയുക, ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ കൊടുക്കാതെ കൊല ചെയ്യുക, എന്നിട്ട് രാജ്യത്തെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ കത്തിച്ച് കളയുക.
ഈ സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ നിങ്ങൾ ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയത് രാജ്യത്തൊട്ടാകെ ഇപ്പോൾ നടപ്പാക്കുകയാണ്. ഏത് സ്ത്രീ വിരുദ്ധനും ഏത് ക്രിമിനലും ഏത് ബലാത്സംഗക്കാരനും നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരാണ് നിങ്ങൾക്ക് ശക്തി നൽകുന്ന. രേവണ്ണ ജയിച്ചു വന്നാൽ അദ്ദേഹം മോഡിക്ക് ശക്തി കൊടുക്കും. ഈ രീതിയിൽ എല്ലാ കുറ്റകൃത്യങ്ങളുമായി സന്ധി ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് BJPക്കുള്ളത്. ആ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് പ്രതിരോധിക്കേണ്ടി വരും. അങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടി നിങ്ങൾ വെറുതെ ഇത്തരം കാര്യങ്ങളൊന്നും പറയേണ്ട. ഇതെല്ലാം നമ്മൾ എത്രയോ ചർച്ചകളിൽ പറഞ്ഞതാണ്. നിങ്ങളിവിടെ ചെയ്തിരിക്കുന്ന എന്താണ്? നിങ്ങൾ പ്രകോപിതനാകുമ്പോൾ നിങ്ങളിലെ വർഗീയവാദി നിങ്ങളുടെ ഒരു നിർമാനുഷികത ഉണരുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ഉണർന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ മരിച്ച ഒരാളെ പോലും അയാൾ ചെയ്ത കുറ്റത്തിന് രാജ്യത്തിന് നിയമമനുസരിച്ച് ശിക്ഷ കൊടുക്കും. പക്ഷെ കുറ്റവാളിക്കും മാനുഷികമായ അവകാശങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. കുറ്റവാളിയുടെ മൃതദേഹത്തോടും അന്തസ്സോടുകൂടി പെരുമാറാൻ ലോക നിയമങ്ങൾ പറയുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്നും മനസ്സിലാക്കാതെ വെറുതെ അതും ഇതും ഇതുപോലുള്ള ചർച്ചകളിൽ പറയുന്നത് മലയാളിയുടെ തന്നെ പ്രബുദ്ധതയെ ജനാധിപത്യ ഞാൻ സംസാരിക്കട്ടെ ഷാബു പ്രസാദേ, താങ്കൾ മിണ്ടാതിരിക്കേ ഞാൻ പറയട്ടെ താങ്കൾ അതേസമയം ഞാൻ അഭിനവർക്ക് സംസാരിച്ചപ്പോൾ ഞാൻ താങ്കളുടെ ഭാഷയും പ്രയോഗവും കേട്ടാൽ മിണ്ടാതിരിക്കാൻ പറ്റുമോ? താങ്കൾ എന്ത് ഭാഷയാണ് ഉപയോഗിച്ചത് ഇവിടെ? താങ്കൾ എന്ത് ഭാഷയാണ് ഉപയോഗിച്ചത്? മാധു, ഇദ്ദേഹം നിർത്തുവാണെങ്കിൽ ഞാൻ പറയാം. ശ്രീ ഷാബു പ്രസാദ് ശരിയാണ്. ശ്രീ ഷാബു പ്രസാദ് ആ സമയത്ത് KT കുഞ്ഞിക്കണ്ണൻ ഇടപെട്ടു, അതുകൊണ്ട് അങ്ങും ഇടപെട്ടു. അത് അവസാനിപ്പിക്കുക. അദ്ദേഹത്തിന് പറയാനുള്ള സമയം കൊടുക്കണം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അങ്ങേക്ക് തുടരാം. മാന്യത എന്ന് പറയുന്നത് ശ്രീ ഷാബു പ്രസാദ് വഴങ്ങണേ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ തുടരൂ. നമ്മുടെ രാജ്യത്തുണ്ടാവുന്ന ഇത്തരം സംഭവങ്ങളോട് വളരെ നീതിപൂർവമായ ഒരു സമീപനം സ്വീകരിക്കുക എന്നത് നമ്മുടെ രാജ്യം സ്ത്രീകളും ദളിതുകളും ന്യൂനപക്ഷങ്ങളുമൊക്കെ അവരുടെ എല്ലാവിധ ജനാധിപത്യ അവകാശങ്ങളും അവരുടെ ജീവനും സംരക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടതിൻ്റെ പ്രശ്നം. ഇപ്പോൾ തോക്കു ചൂണ്ടിപ്പോലും ഒരു സ്ത്രീയെ ബലാത്സംഗത്തിന് വിധേയമാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ആരാണ്? ഈ അധോലോക സിനിമാ നായകന്മാരെ പോലെയാണ് ഇദ്ദേഹം ജീവിച്ചത്, ഇദ്ദേഹം പ്രവർത്തിച്ചത്. അത്തരമൊരു കുറ്റകൃത്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാം, ദേവഗൗഡയുടെ പാർട്ടിയുമായിട്ടുള്ള രാഷ്ട്രീയമായ ബന്ധം കേരളത്തിലെ JDSന്റെ ആൾക്കാർ ഉപേക്ഷിച്ചിട്ടുണ്ട്. സാങ്കേതികമായി മാത്രം നിലനിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം ദേവഗൗഡയുടെ പാർട്ടിയാണ് അവർക്ക് ചിഹ്നം കൊടുത്തത്. അപ്പോൾ അത്തരം ഒരു പ്രശ്നം പരിഹരിക്കാൻ സമയം ആവശ്യമുണ്ട്. അല്ലാതെ ദേവഗൗഡയുടെ ഇന്നത്തെ NDA ബന്ധത്തോടോ ദേവഗൗഡയുടെ ഇന്നത്തെ രാഷ്ട്രീയത്തോടോ കേരളത്തിലെ കൃഷ്ണൻകുട്ടിക്കോ മാത്യു TV തോമസിനോ യാതൊരു യോജിപ്പുമില്ല. അവര് അതിന് എതിരാണ്. ഇത് അറിയാത്ത ആളല്ല അബിൻ വർക്കി. പക്ഷെ ഞാൻ അത്തരം കുത്ത് ഇത്തരം ചർച്ച നടത്താൻ ശ്രമിക്കുന്നില്ല. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയത്തെ എത്രത്തോളം തമസ്കരിക്കുന്നുണ്ട് എന്നുള്ളത്. മണിപ്പൂരിൽ ആ വിഷയം ഉണ്ടായപ്പോൾ പോലും രാജ്യമെമ്പാടും ചർച്ചയുണ്ടായി, രാഷ്ട്രീയാതീതമായ ചർച്ചയുണ്ടായി. ഇത് പക്ഷേ അത്രത്തോളം ഗൗരവത്തോടെ കാണുന്നില്ല, കണക്കാക്കപ്പെടുന്നില്ല. അത്രത്തോളം ഗൗരവത്തോടെ ദേശീയ മാധ്യമങ്ങളടക്കം രാജ്യം ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല. ഇത് എത്ര കാലം അടിച്ചമർത്തപ്പെട്ട് നിന്ന വേദനയാണ്, എത്രമേൽ മൃഗീയമായ ആക്രമണങ്ങളാണ്. ഇതിനോടൊക്കെ കണ്ണുകെട്ടി നിൽക്കുന്ന ഒരു മനസാക്ഷിയാണ് ഇന്ത്യക്കുള്ളതെങ്കിൽ അതിനെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? അല്ല, രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ നാലാം തൂടെന്നൊക്കെ പറയുന്ന മാധ്യമങ്ങൾ, അതിൻ്റെ കോർപ്പറേറ്റ് മൂലധന ബന്ധം, അതുവഴി മോഡി ഉണ്ടാക്കിയിരിക്കുന്ന ആക്സസ്, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യത്തെ മാധ്യമങ്ങളെ മുഴുവൻ BJPക്ക് ആവശ്യമായ രീതിയിൽ പരിവപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ NDAക്ക് മോഡിക്ക് ദോഷം ചെയ്യുന്ന ഒരു വിഷയവും ചർച്ച ചെയ്യേണ്ട എന്ന ഒരു നിലപാടിലാണ് ദേശീയ മാധ്യമങ്ങൾ. രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് മാത്രമല്ല, ദേശീയ മാധ്യമങ്ങൾ മോഡി പ്രസംഗിക്കുന്ന പൊതുയോഗങ്ങൾ, ആ പൊതുയോഗങ്ങളിൽ സദസ്സിലാളില്ല. നേരത്തെ മോഡി പ്രസംഗിക്കും മോഡി അഭിമുഖമായി കാണുന്ന ജനക്കൂട്ടത്തിൻ്റെ ചിത്രം കൊടുക്കുമായിരുന്നു. ഇപ്പം ജനക്കൂട്ടം എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ ഒഴിഞ്ഞ കസേരകളാണ്, അതിലെ ചിത്രങ്ങൾ ദേശീയ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടോ? അപ്പോൾ മോഡിക്ക് ആവശ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മോഡിയുടെ ഒരു പബ്ലിക് റിലേഷൻ വർക്ക് നടത്തുന്ന അവസ്ഥയിലേക്ക് ദേശീയ മാധ്യമങ്ങൾ അവരിൽ അർപ്പിതമായ എല്ലാ മാധ്യമ ധാർമ്മികതയും കൈയൊഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ശരി, ഞാൻ അതിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, നരേന്ദ്രമോദി അങ്ങനെ കർണാടകയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തി രേവണ്ണയ്ക്ക് വോട്ട് ചോദിക്കുന്നു. അദ്ദേഹത്തിന് ചെയ്യുന്ന വോട്ടുകൾ എനിക്കാണ് എന്ന് പറയുമ്പോൾ അതൊരു താതാത്മ്യപ്പെടലാണല്ലോ, ചേർത്തു നിർത്തലാണല്ലോ. തിരികെ പറയുമോ? പ്രചാരണ കാലയളവ് അവസാനിച്ചിട്ടില്ലല്ലോ രണ്ടാം ഘട്ടത്തിന്റെ, അത് തെറ്റാണ്, ആ വോട്ടുകൾ വേണ്ടതില്ല എന്ന നിലപാടെടുക്കുമോ?
അത് ഞാൻ അതിലേക്ക് വരാം. ശ്രീ കുഞ്ഞിക്കണ്ണൻ ഇവിടെ പറഞ്ഞു ദേശീയ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്ന്. ഒന്നുകിൽ അദ്ദേഹം ദേശീയ മാധ്യമങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല. ഇത് രണ്ടിൽ എന്തോ വരികയാണ്. ഈ പ്രജ്വൽ രേവണ്ണ ഇഷ്യൂ ഒരാഴ്ച മുമ്പ് ദേശീയ മാധ്യമങ്ങൾ, അതായത് ഇവരെ ടൈംസ് നൗവും പിന്നെ റിപ്പബ്ലിക്കും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തതാണ്. നിങ്ങളത് കണ്ടില്ല. നിങ്ങൾ അതിൻ്റെ അകത്ത് എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് മറ്റുള്ളവരുടെ കുറ്റമല്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യാനാണ്? അതിൻ്റെ അകത്ത് പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ അകത്ത് വല്ല കഥകളിയാണോ ഓട്ടംതുള്ളലാണോ എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത്രേ ഉള്ളൂ. അങ്ങേക്ക് ആ ചോദ്യത്തിന്റെയോ ആ പരാമർശത്തിന്റെയോ കാര്യം മനസ്സിലാവാഞ്ഞല്ല. ഇത് ടൈമർ വെച്ച്, ഇത് കൗണ്ട് ഡൗൺ വെച്ച് ഇത് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമാണോ? ഈ നിമിഷവും ഈ രാജ്യം ഇതിൽ ചർച്ച ആഗ്രഹിക്കുന്നില്ലേ, അർഹിക്കുന്നില്ലേ? അല്ല ഞാൻ അതാ പറഞ്ഞത് മാധു. ദേശീയ മാധ്യമങ്ങൾ ഒരാഴ്ച മുമ്പ് ചർച്ച ചെയ്ത സാധനമാണ് ഇന്ന് ഇല്ല, തീർന്നിട്ടില്ല. ചർച്ച ചെയ്യട്ടെ, നല്ല കാര്യം. ഞാൻ അതിനെ ചർച്ച ചെയ്യേണ്ടതിൽ ഇവിടെ ദേശീയ മാധ്യമങ്ങൾ ഇതിനെ മോദി ഭീഷണിപ്പെടുത്തി, ദേശീയ മാധ്യമങ്ങളെ മോദി വിലക്കെടുത്ത് അവഗണിച്ചിരിക്കുന്നു, ദേശീയ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നില്ല എന്ന കുഞ്ഞിക്കണ്ണന്റെ പരാമർശത്തിന് ഞാൻ പറഞ്ഞ മറുപടിയാണിത്. അത്രയേ ഉള്ളൂ. അങ്ങനെയില്ലേ? ഇത് ഗുരുതരമായ വളരെ ഭീകരമായ കുറ്റകൃത്യമാണ്. അതിൻ്റെ അകത്ത് ഒരു സംശയവുമില്ല. അതിന് വേണ്ട നടപടികൾ അതിന്റെ വഴിക്ക് തന്നെ പോകണം. അല്ല, അതവിടെ നിൽക്കട്ടെ, നടപടികളും നിയമവും അവിടെ നിൽക്കട്ടെ ശ്രീ ഷാബു പ്രസാദ്. പക്ഷേ സഖ്യം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, നേരിട്ട് പോയി വോട്ട് ചോദിച്ചല്ലേ കർണാടകയിലെ ജനങ്ങളോട്, അത് പിൻവലിക്കണ്ടേ? മാധുവിനറിയാം ഇവിടുത്തെ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു രീതി നമുക്കറിയാം. ഈ സംഭവം പുറത്തു വന്നതിന് ശേഷമാണ് നരേന്ദ്രമോദി അവിടെ പോയി വോട്ട് ചോദിക്കുന്നതെങ്കിൽ ഈ പറയുന്നതിൻ്റെ അകത്ത് കാര്യമുണ്ട്. അതിനു മുമ്പ്, ഈ സംഭവം പുറത്തു വരുന്നതിന് മുൻപ് തിരുത്തണ്ടേ എന്നാണ് ഷാബു പ്രസാദ് ചോദിച്ചത്. ഈ സംഭവം പുറത്തു വരുന്നതിന് മുമ്പ് വോട്ട് ചോദിച്ചു. സംഭവം പുറത്തു വന്നു കഴിഞ്ഞിട്ട് ഇപ്പോഴും പ്രചാരണ കാലയളവാണല്ലോ. എനിക്ക് തെറ്റുപറ്റി. ഞാൻ ഈ നാട്ടിലെ സ്ത്രീകളുടെ താലിമാല സംരക്ഷിക്കും ജീവനോടെയുള്ള കാലത്ത് എന്ന് പറഞ്ഞല്ലോ. ഈ നാട്ടിലെ സ്ത്രീകളുടെ അഭിമാനം, അവരുടെ അന്തസ്സ്, അവരുടെ നിയമപരമായ സുരക്ഷ ചവിട്ടിത്തേക്കപ്പെട്ടത് കണ്ടു കാണുമല്ലോ. ഇവിടെ ആവശ്യം പ്രസംഗങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളുമല്ല, ആക്ഷൻ. കഴിഞ്ഞ ആഴ്ച പ്രസംഗം ആവശ്യമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുക എന്നുള്ളത് ഈ നാട്ടിൽ സ്വാഭാവികമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ടല്ലോ. അതിൽ ഒന്നാണ് സുരക്ഷ, നാട്ടിലെ സ്ത്രീകളുടെ സുരക്ഷ. അത് ഭഞ്ജിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ തിരുത്തി പറയണ്ടേ? ആ ഉറപ്പൊക്കെ എവിടെ ഉണ്ട്? എനിക്ക് നിങ്ങളുടെ വോട്ട് വേണ്ട. ഞാൻ വോട്ട് ചോദിച്ചിരുന്നു, ഇപ്പൊ എനിക്ക് വോട്ട് വേണ്ട എന്നാണോ പറയുന്നത്? ഈ സഖ്യമോ ഈ ആളുകളുമായുള്ള ചേർച്ചയോ നമ്മുടെ ഭാരത സംസ്കാരത്തിന് ചേരുന്നതല്ല. എല്ലായിടത്തും എടുത്ത് പറയല്ലോ, ചേരുന്നതല്ല. അതുകൊണ്ട് ആ സഖ്യത്തിൽ നിങ്ങൾ എനിക്ക് നൽകേണ്ട വോട്ട് അവർക്ക് നൽകേണ്ടതില്ല എന്ന് പറയാമല്ലോ. എല്ലാം അങ്ങനെ പറയാൻ കഴിയുമോ? കഴിയില്ല. വോട്ട് മുഖ്യമാണെന്നേ. അതാണ് പറഞ്ഞു, വോട്ട് പ്രധാനം തന്നെയാണ്. നിൽക്കട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടെ മാധു. 6 മാസം മുൻപ് ഇവരുടെ ഈ ഇന്ത്യ സഖ്യത്തിൽ ചേരാൻ വേണ്ടി ഈ ദേവഗൌഡയുടെ പാർട്ടി നടത്തിയ ചർച്ച വിജയിച്ചിരുന്നുവെങ്കിൽ ഇവർ അങ്ങോട്ട് പോകുമായിരുന്നു. കഴിഞ്ഞ തവണ അവർ നിന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഇന്ത്യ സഖ്യത്തിന്റെ UPA സഖ്യത്തിന്റെ MP ആണ് നിലവിലയാൾ. അങ്ങനെയൊക്കെയാണ് ഈ നാട്ടിലെ കാര്യം. ഇവരുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ആ രാഷ്ട്രീയ നെഗോസിയേഷനിൽ അവർ NDAയോടൊപ്പം നിന്നു. ഇല്ലെങ്കിൽ ഇവർ അവരുടെ ഒപ്പമായിരുന്നു. നേരത്തെ പറഞ്ഞപ്പോൾ അബിൻ പറഞ്ഞു അങ്ങനെ ആയിരുന്നെങ്കിലും ഞങ്ങൾ തള്ളി പറഞ്ഞേനെ എന്ന്. നിങ്ങൾ തള്ളി പറയാൻ ഇപ്പോഴും തയ്യാറാകാത്തത് കൊണ്ടാണ് അവർക്കത് പറയാനും കഴിയുന്നത്. ശ്രീ ഷാബു പ്രസാദ്, അത് ധൈര്യം അവരുടെ കൂടെ അല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് ഞങ്ങളുടെ കൂടെ എങ്ങാനും ആയിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങ് മലമറിച്ചേനെ. അല്ല, കോൺഗ്രസുകാരുടെ കൂടെ ആയിരുന്നെങ്കിലോ മിണ്ടാതിരിക്കുമായിരുന്നോ? ഈ പറയുന്ന നരേന്ദ്രമോദി അവസാന നിമിഷം ഫ്ലൈറ്റ് വിളിച്ച് വരുമായിരുന്നല്ലോ കർണാടകയിൽ നിന്നുകൊണ്ട്, അല്ലെ? എന്നിട്ട് നമ്മുടെ സ്ത്രീകളുടെ അഭിമാനം താലിമാല എന്ന് പറയില്ലായിരുന്നോ? മാധു, ഇതൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ സമയമാണ്. ഇതൊരു യുദ്ധമാണ്. എതിരാളിക്കെതിരെ, ശത്രുവിനെതിരെ കിട്ടുന്ന ഏതായുധവും ആരും ഉപയോഗിക്കും. അതുകൊണ്ട് അബിൻ വർക്കിയുടെ നിലപാടിനോട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് യാതൊരു ഇതുമില്ല. കാര്യം അവർക്ക് കിട്ടിയ ഒരു രാഷ്ട്രീയ ആയുധമാണ്. അവരത് ഉപയോഗിക്കട്ടെ. അത് നരേന്ദ്രമോദിയാണെങ്കിൽ തിരിച്ചാണെങ്കിൽ BJPയും അത് ഉപയോഗിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളത് നിഷേധിച്ചിട്ട് കാര്യമില്ല. പിന്നെ അല്ലാതെ അവിടെ പോയി ഇതിന് 2 ആഴ്ച മുമ്പ് വോട്ട് ചോദിച്ചിരുന്നു. അതിനോട് യോജിപ്പില്ല ശ്രീ ഷാബു പ്രസാദിനോട്. ക്ഷമിക്കണം, അതിന് ഏതായാലും ജനാധിപത്യത്തിൽ ഭൂഷണമല്ല.
ഇത് കാടൻ യുദ്ധതന്ത്രമൊന്നുമല്ല. ഇത് നരഭോജികളുടെ ആക്രമണമല്ല. ഇത് പ്രാകൃതരായ പ്രാപ്തന്മാരുടെ തമ്മിൽ തല്ലല്ല. ഇത് ജനാധിപത്യമാണ്. ഇവിടെ ഏതായുധവും നടക്കില്ല. ജനം അനുവദിക്കില്ല. ഇന്ത്യൻ നിയമവ്യവസ്ഥയും അനുവദിക്കില്ല. ഇവിടെ ഈ കുറ്റകൃത്യം പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി വേണ്ടത് ഇതിന്റെ മുകളിലുള്ള ആക്ഷനാണ്, നടപടികളാണ്. ആ നടപടികൾ നടക്കുന്നുണ്ട്. ഇന്ന് രേവണ്ണ അറസ്റ്റ് ചെയ്യപ്പെട്ടു. രേവണ്ണ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. മറ്റേ വിദേശത്താണ്, അയാളും അറസ്റ്റ് ചെയ്യപ്പെടും. ശരി ശരി. അഡ്വക്കേറ്റ് അബിൻ വർക്കി, നരേന്ദ്രമോദിക്ക് വോട്ട് ചോദിക്കാനേ അറിയൂ, വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയില്ല. അതെങ്ങനെയാണ്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പറ്റുമോ മധു? പറയണമെന്നാണ് ഇന്ത്യൻ ജനാധിപത്യം ആവശ്യപ്പെടുന്നത്. ശ്രീ ഷാബു പ്രസാദ്, ഈ നാട്ടിൽ വോട്ട് ചെയ്യുന്ന ഒരു പൗരൻ അവകാശപ്പെടുന്നതും ആവശ്യപ്പെടുന്നതും അതാണ്. ആ വോട്ട് ധാർമ്മികമായ ഇടത്തല്ല ചെല്ലുന്നത് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അവനവൻ നായക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന ആളുകൾ അതിനെ തള്ളി പറയണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഭരണവ്യാമോഹങ്ങളല്ല ജനം ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഒറ്റ കാര്യങ്ങളല്ലേ, തീർച്ചയായും മാധു പറഞ്ഞ ആ ഐഡിയോളജിക്കൽ സിറ്റുവേഷന്റെ പീക്കിൽ ആണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷെ ഇവിടെ നടക്കുന്നത് അങ്ങനെ ഐഡിയോളജിക്കലി ആ ഒരു അങ്ങനെയുള്ളൊരു തെരഞ്ഞെടുപ്പൊന്നും അല്ല. ഇവിടെ യാതൊരു മര്യാദയോ സാത്വികതയോ ഒന്നുമില്ലാത്ത, കയ്യിൽ കിട്ടുന്ന എന്തും എടുത്ത് പ്രയോഗിച്ച് ഏത് ലെവൽ വരെയും പോകുന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇന്ത്യൻ ഐഡിയോളജിയെ കുറിച്ച് പറഞ്ഞാൽ മതി. നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയാണ് പറഞ്ഞു കളയല്ലേ? അല്ലല്ല, എന്നൊന്നും അങ്ങനെ പറഞ്ഞു കളയല്ലേ? അല്ല അല്ല, നല്ല ബോധ്യം അക്കാര്യത്തിലൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനങ്ങൾക്കുണ്ട്. കേട്ടോ, ജനങ്ങൾക്കുണ്ട്. ശരി, അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഇത് ആദ്യത്തെ സംഭവമല്ല. അഡ്വക്കേറ്റ് അബിൻ വർക്കി, ബ്രിജ് ഭൂഷന്റെ കേസ് എത്ര നാൾ ഇന്ത്യ ചർച്ച ചെയ്തു? ഉന്നാവോ ചർച്ച ചെയ്തു, മണിപ്പൂര് ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്യാത്ത ഒന്നുമില്ല. ഇതിൽ എത്ര നടപടി എടുത്തിട്ടുണ്ട് എന്നതൊരു ചോദ്യമാണ്. ഓരോ ഇടത്തും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വേദി കെട്ടി പ്രസംഗിക്കുന്നതിനപ്പുറത്ത് ഈ രാജ്യത്തിന്, അതിന്റെ ഭരണാധികാരികൾക്ക് ഇവിടെ ആക്രമിക്കപ്പെടുന്നവരോട്, കൂട്ടബലാത്സംഗം ചെയ്യപ്പെടുന്ന സ്ത്രീകളോട്, നീതിക്ക് മുന്നിൽ ചെന്നിട്ട് കൊല ചെയ്യപ്പെടുന്ന ഇരകളോട് എന്ത് പ്രതിബദ്ധതയുണ്ടെന്നാണ് ഇനിയും ധരിച്ചു വിചാരിക്കേണ്ടത്? തീർച്ചയായിട്ടും ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് ഇവിടെ വീണ്ടും ഈ വിഷയം അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ അന്വേഷണം നടത്തും എന്നൊക്കെ പറയുന്നു. ഈ വിഷയം ആദ്യമായി BJPയുടെ സംസ്ഥാന ഘടകം അറിയുന്നത് ഡിസംബർ മാസം 8-ാം തീയതി 2023 വർഷത്തിലാണ്. അന്നാണ് നിങ്ങളുടെ പ്രാദേശിക നേതാവ് മാത്രമല്ല, അദ്ദേഹം ഒരു സംസ്ഥാന നേതാവാണ്. ആ സംസ്ഥാന നേതാവ് കൃത്യമായി BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് കത്തെഴുതിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പെൻഡ്രൈവ് ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്നും ആ പെൻഡ്രൈവിൽ ഇദ്ദേഹത്തിൻ്റെ കുറേ വീഡിയോകളുണ്ടെന്നും ആ വീഡിയോയിനെ തുടർന്ന് കുറേ പരാതികൾക്ക് സാധ്യതയുണ്ട് എന്നും BJPയുടെ അവിടുത്തെ പ്രാദേശിക നേതാവല്ല സംസ്ഥാന ഭാരവാഹി തന്നെ അറിയിച്ചിട്ട് ഒരു നടപടി എടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, യാതൊരു കുഴപ്പവും കൂടാതെ അവരെ മുന്നണിയിലെടുത്ത് മത്സരിപ്പിക്കുക ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഹസനിൽ പോയി പ്രധാനമന്ത്രി, ഏത് ദേശീയ ഇൻ്റലിജൻസും ദേശീയ CBIയും ദേശീയ അന്വേഷണ ഏജൻസിയും റോയും ഒക്കെ കയ്യിലിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ആ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടില്ലാതെ, റോയുടെ റിപ്പോർട്ടില്ലാതെ, ഈ CD-യുടെ കാര്യം അറിയാതെ, പെൻഡ്രൈവിൻ്റെ കാര്യം അറിയാതെ, ഈ പരാതിയുടെ കാര്യം അറിയാതെ ഹസനിൽ പോയി രേവണ്ണയ്ക്ക് വോട്ട് ചെയ്താൽ എനിക്കാണ് വോട്ടെന്നും രേവണ്ണയെ പാർലമെൻറ്റിൽ വേണമെന്ന് പ്രസംഗിച്ചു എന്നൊക്കെ ചിന്തിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത്രമാത്രം നിഷ്കളങ്കതയുള്ള ലോകമല്ല ഈ രാജ്യമെന്ന് ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ് മനസ്സിലാക്കി. ഇന്റലിജൻസ് ഇതൊന്നും അറിഞ്ഞില്ലെന്ന് ഷാബു പ്രസാദ് ചോദിക്കുന്നു. സംസ്ഥാനത്ത് ഇന്റലിജൻസ് ഇപ്പൊ ഈ നടപടി എടുത്തിരിക്കുന്ന ആരാണ്? രേവണ്ണയ്ക്കെതിരെ ഇപ്പൊ രേവണ്ണയെ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ ഒരു റിട്ടേൺ കംപ്ലൈന്റ് നമ്മളുടെ കയ്യിൽ കിട്ടി, രേവണ്ണയെ അറസ്റ്റ് ചെയ്തു. രേവണ്ണയെ അറസ്റ്റ് ചെയ്യാൻ കാരണം എന്താ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രജ്വൽ രേവണ്ണ വിദേശത്തേട്ട് കടന്നത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിലാണ്. എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇമിഗ്രേഷൻ്റെ സഹായമില്ലാതെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ കൊടും പ്രതിക്ക് രാജ്യം വിടാൻ ഒരു സാഹചര്യം ഉണ്ടായതെന്ന് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി 2, ഈ വിഷയം ഇപ്പോൾ രേവണ്ണ, ഈ അച്ഛൻ രേവണ്ണ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ വിഷയത്തിലല്ല. ഇവർക്കെതിരെ മൊഴി കൊടുത്ത അല്ലെങ്കിൽ പരാതി കൊടുത്ത ആ സ്ത്രീയെ കഴിഞ്ഞ 5 ദിവസമായി കാണാനില്ല. അവരെ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടുവേലക്കാരിയായിരുന്ന സ്ത്രീയുടെ മകൻ കൊടുത്ത പരാതിയിലാണ് ഇപ്പോൾ ഈ അച്ഛൻ രേവണ്ണ അറസ്റ്റിലായിരിക്കുന്നത്. മകൻ രേവണ്ണയും അച്ഛൻ രേവണ്ണയും ഉൾപ്പെടെയുള്ളവർ ഈ സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് അവരുടെ മൊഴിയും അവരുടെ പരാതിയും ഇരിക്കുന്നത്. അതും മാത്രമല്ല ഷാബു പ്രസാദ്, ഈ വിഷയം അങ്ങനെ നിസ്സാരവൽക്കരിക്കുന്ന ഒന്നല്ല. ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ലെന്നേ. 400ഓളം സ്ത്രീകളാണ് പരാതിയുമായി ദേശീയ വനിതാ കമ്മീഷന്റെ മുമ്പിലെത്തിയത്. 700 പേജുള്ള പരാതി എഴുതി കൊടുത്തേ. ഈ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ
ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടായാൽ അപ്പം ചെന്ന് BJPക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്ന ആ അധ്യക്ഷ ഈ വിഷയത്തിൽ അങ്ങോട്ടൊന്നും എത്തി നോക്കിയിട്ടില്ല എന്നേ. സ്മൃതി ഇറാനി ഈ നാട്ടികയുടെ മുമ്പ് മുഴുവൻ നിന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ സന്ദേശകാലി വിഷയവുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ ചെന്നിട്ടുണ്ടായിരുന്നല്ലോ, വലിയ സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഒക്കെ പോട്ടെ, ഒന്ന് തള്ളിപ്പറയാൻ സർ, ഈ വനിതാ നേതാക്കന്മാർക്കൊന്ന് തള്ളിപ്പറയാൻ സാധിച്ചിട്ടില്ലെന്നേ. ഈ രേവണ്ണയെ 3000-ഓളം വീഡിയോകൾ, ഏതാണ്ട് 400ഓളം സ്ത്രീകളെ, അത് റേപ്പാണ്. അത് കൺസെന്റോട് കൂടിയുള്ള ഒരു ബന്ധം പോലും ആയിരുന്നില്ല, റേപ്പാണ്. ആ റേപ്പ് 68 വയസ്സുകാരി തൊട്ട് 18 വയസ്സ് വരെ മാത്രം പ്രായമുള്ള പെണ്ണുങ്ങളെ പല രീതിയിൽ റേപ്പ് ചെയ്ത് അത് അനധികൃതമായി ചിത്രീകരിച്ച് അത് പെൺഡ്രൈവിൽ സൂക്ഷിച്ച് അത് ഇവരുടെ ഡ്രൈവർ വഴി അത് നെറ്റിൽ പോലും അല്ല പബ്ലിഷ് ചെയ്തത്. ശ്രീ ഷാബു പ്രസാദിന് അറിയില്ലാത്തത് കൊണ്ടാണ്. കാരണം ഈ വിഷയം എങ്ങനെയാ പുറത്തു വന്നത്? ആ പ്രാദേശിക നേതാവ് പറഞ്ഞത് എൻ്റെ കയ്യിൽ പെൺഡ്രൈവ് ഉണ്ടെന്നാ. ഈ പെൺഡ്രൈവ് എങ്ങനെയാ വന്നേ? ഇതിൻ്റെ നിരവധി കോപ്പികൾ ഹസൻ മണ്ഡലത്തിലെ പല പ്രദേശത്തും ഈ പെൺഡ്രൈവുകൾ നിക്ഷേപിക്കപ്പെട്ടു. അങ്ങനെയാണ് അന്ന് BJP നേതാവ് പരാതി കൊടുക്കുന്നത്. എന്നിട്ടും നിങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ സാർ, അതിന് ഈ നരേന്ദ്രമോദിയുടെ ബേട്ടി ബച്ചാവോവും നാരി ശക്തിയും ഒക്കെ വ്യാജമായിരുന്നുവെന്നും കാപ്പട്യമായിരുന്നുവെന്നും ഇപ്പോഴും നിങ്ങൾ സമ്മതിക്കുന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ 2, ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പല കാര്യങ്ങളും പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയെ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇവിടെ കൂറുമാറ്റ നിരോധനമൊക്കെ പോട്ടെ, ഇവർക്ക് ദേവഗൗഡ ഇവരുടെ ദേശീയ അധ്യക്ഷനല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ? ഇവർക്ക് പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ ഒരു സ്റ്റെപ്പ് എടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 5 മാസമായി സർ, നിങ്ങൾ ഒരു സംഘി ഘടകകക്ഷിയെ LDFന്റെ യോഗത്തിൽ വിളിച്ച് AKG സെന്ററിൽ യോഗം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നേ. ആ AKG സെന്ററിൽ ഇരുന്ന് യോഗം കൂടുന്ന മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും ഉൾപ്പെടെയുള്ളവരുടെ നേതാവാണ് രേവണ്ണയും, കൊച്ചു രേവണ്ണയും, വെല്യാപ്പൻ രേവണ്ണ, ഈ വെല്യാപ്പൻ ദേവഗൗഡ ഉൾപ്പെടെയുള്ളവർ. അവരുടെ പ്രതിനിധിയെ വിളിച്ചാൽ നിങ്ങൾ ഘടകകക്ഷിയെ വിളിച്ച് യോഗം കൂടുന്നത്. എന്നിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിക്കോ നിങ്ങളുടെ ആളുകൾക്കോ അതിനൊന്ന് തള്ളിപ്പറയാൻ പോലും സാധിച്ചില്ല. നീ അതൊക്കെ പോട്ടെ, നാളെ ഈ മാത്യു ടി തോമസോ കൃഷ്ണൻകുട്ടിയോ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ആ പാർട്ടിയുമായിട്ട് ബന്ധമില്ല എന്നും ഈ രേവണ്ണയായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല എന്നും ദേവഗൗഡനെ ഞങ്ങൾ ദേശീയ പ്രസിഡന്റായി അംഗീകരിക്കുന്നില്ല എന്നും ഞങ്ങളാരും കേട്ടില്ല സർ. ഇതിനകത്ത് നിങ്ങളൊരു നിയമപരമായ സ്റ്റെപ്പ് എടുത്ത് ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂട്ടുത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് സാക്ഷാൽ പിണറായി വിജയൻ ഇവിടെ രാഹുൽ ഗാന്ധി ഇതിനെതിരെ പ്രസംഗിച്ചു, ഇത് സോണിയാഗാന്ധി പ്രസംഗിച്ചു, പ്രിയങ്ക ഗാന്ധി പ്രസംഗിച്ചു, ഞങ്ങളുടെ ഓരോ നേതാക്കളും എണ്ണി കർണാടക വിഷയം എടുത്തു പറയുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതേവരെ നമുക്ക് ദേശീയ സർക്കാരിനെ അടിക്കാൻ കിട്ടിയ ഒരു വടിയായിട്ട് പോലും, നരേന്ദ്രമോദിക്കെതിരെ പറയാൻ ഒരു ആയുധം കിട്ടിയിട്ട് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ സാർ? ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ? കാരണം എന്താ? സംഘി ഘടകകക്ഷിയെ കൂടെ ചേർത്തിരുത്തി ഇനി പ്രതികരണം നടത്തിയാൽ നരേന്ദ്രമോദിക്ക് അനിഷ്ടമുണ്ടായാൽ അത് തനിക്കും ബാധിക്കുമെന്നുള്ള ഉൾഭയം കൊണ്ടാണ് കേരള മുഖ്യമന്ത്രിക്ക് പ്രതികരണം നടത്താൻ പറ്റാത്തത്. അതുകൊണ്ട് വളരെ കൃത്യമാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഉത്തരവാദിത്വം. ഓക്കെ, സാങ്കേതികമായ കാര്യമല്ല, അതിനപ്പുറത്ത് രാഷ്ട്രീയമായി ഒന്ന് തള്ളിപ്പറയേണ്ട ബാധ്യത ഇവിടുത്തെ CPM-നുമുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇടവേളയ്ക്ക് ശേഷം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അങ്ങയിലേക്ക്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇതിപ്പോൾ രാഷ്ട്രീയമായി നിങ്ങളുടെ ഒരു സഖ്യകക്ഷിയുടെ ദേശീയ നേതൃത്വം എന്നതിനൊക്കെ അപ്പുറത്ത് രാജ്യം കണ്ട സ്ത്രീകളോടുള്ള ഏറ്റവും ഭീകരമായ കുറ്റകൃത്യത്തിന്റെ പട്ടികയിൽ 1-മോ 2-മോ വരാൻ കഴിയുന്ന ഒരു സംഭവം. രാഷ്ട്രീയമായി പ്രതികരിക്കേണ്ട ബാധ്യത നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്, CPM-നുണ്ട്. CPM-ന്റെ വനിതാ നേതാക്കൾ, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നവരൊക്കെയുണ്ട്. എല്ലാവർക്കും ആകുന്നതാണ് ഈ രാഷ്ട്രീയ ബാധ്യത എന്നത് പറയുന്നത്. ഒരു കെട്ടുപാടാകുന്നുണ്ടോ? ഒരിക്കലുമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ JDS-ഉമായിട്ട് നേരത്തെ ബന്ധം പുലർത്തിയിരുന്ന ഒരു വിഭാഗം കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നതിലോ ശക്തമായി പ്രതികരിക്കുന്നതിലോ യാതൊരു തടസ്സവുമില്ല. ഞങ്ങളുടെ നേതാക്കൾ അത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മുഖപത്രമാണല്ലോ ദേശാഭിമാനി, അത് അബിൻ വർക്കി ഒന്ന് വായിച്ചു നോക്കുന്ന നല്ലതാണ്. 2-3 ദിവസമായി അതിൽ വരുന്ന റിപ്പോർട്ടുകൾ വായിച്ചു നോക്കുന്ന നല്ലതാണ്. അപ്പോൾ അബിൻ വർക്കി ഇവിടെ ഭയങ്കര ധാർമ്മികത പറയുമ്പോൾ ഞാൻ അബിൻ വർക്കിയെ ഓർമ്മിക്കുക. ഞാനിരിക്കുന്നത് കോഴിക്കോട് ഐസ്ക്രീം കേസിൽ ആ പ്രതിയായ ആളുകളൊക്കെ ഇപ്പോഴും UDF-ന്റെ നേതാക്കളാണ്. സൂര്യനെല്ലി പെൺകുട്ടി, എത്ര നാളുകളാണ് ആ പെൺകുട്ടി ദയനീയമായി നിരാലംബയായി വേട്ടയാടപ്പെട്ടത്. അതിൽ പ്രതിസ്ഥാനത്ത് വന്ന ആൾ ഇപ്പോഴും കോൺഗ്രസിൻ്റെ നേതാവാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കുറ്റകൃത്യങ്ങളോട്
കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മളെല്ലാം ബാധ്യസ്ഥമാണ്. പക്ഷേ ഇപ്പൊ രേവണ്ണ പ്രശ്നത്തെ കേരളത്തിലെ എന്താണ് JDS-ഉമായി നേരത്തെ ബന്ധമുള്ള ഒരു ഭാഗം, ഒരു വിഭാഗം ആളുകള് ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ് എന്നുള്ളത്, അതിന്റെ ധാർമ്മികത ഉന്നയിക്കുന്ന അബിൻ വർക്കി ഈ കാര്യങ്ങളെല്ലാം ധാർമ്മികത പറയണം. മഹാരാഷ്ട്രയിലെ ജൽഗാവോ, ഞാനൊന്ന് പറഞ്ഞു നിർത്തട്ടെ. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. അബിൻ വർക്കിക്ക് സമയം കൊടുക്കാം, അബിൻ വർക്കിക്ക് ഞാൻ വഴങ്ങാം. ഞാനൊന്ന് പറഞ്ഞു നിർത്തട്ടെ. മഹാരാഷ്ട്രയിലെ ജൽഗാവോ, ബോംബെക്കടുത്തുള്ള ജൽഗാവോ, ഇന്ത്യ കണ്ട ഇപ്പോൾ രേവണ്ണയുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നത് പോലെ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ പത്രങ്ങൾ, ഇന്ത്യയിലെ പത്രങ്ങളൊക്കെ ചർച്ച ചെയ്ത വലിയ സെക്സ് റാക്കറ്റ് സംഭവമായിരുന്നു. ഈ സംഭവങ്ങളെല്ലാമായി ബന്ധപ്പെട്ട നേതാക്കളൊക്കെ ഇപ്പോഴും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ട്. പലരും BJP-യിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രശ്നം. ഇപ്പോൾ അബിൻ വർക്കിയെ പോലുള്ള ആളുകൾ ഞങ്ങളെ ഈ JDS ബന്ധം വെച്ച് മോഡിയുടെ ആളായ BJP-യുടെ ആളാണെന്ന് പറയുമ്പോൾ കോൺഗ്രസ് ടിക്കറ്റ് കൊടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കുമ്പാനി തൊട്ട് സുചരിത വരെയുള്ള ആളുകൾ ഇൻഡോറിൽ, സൂറത്തില്, ഇപ്പോൾ എവിടെയാ പുരിയില് എല്ലാം BJP-യിലേക്ക് പോവുക. അപ്പൊ ആർക്കാണ് BJP-ആയിട്ട് ബന്ധമുള്ളത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അബിൻ വർക്കിക്ക് എന്താ പറയാനുള്ളത്? ഒരു നിമിഷം. അങ്ങ് നേരത്തെ ADR-ന്റെ കണക്ക് പറയുന്നുണ്ടായിരുന്നു. അതിൽ 134 സിറ്റിംഗ് MP-മാരുടെയും MLA-മാരുടെയും കണക്ക് പറയുന്നുണ്ട്. അങ്ങ് ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട് എന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ അതിൽ 25 പേർ കോൺഗ്രസിന്റേതാണ് എന്നതുകൂടി ഉണ്ടായിരുന്നു. ഈ അദ്ദേഹം ഇവിടെ ഇപ്പോൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച ഐസ്ക്രീം പാർലർ കേസിന്റെ കാര്യം പറഞ്ഞു. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഐസ്ക്രീം പാർലർ കേസിൽ PK കുഞ്ഞാലിക്കുട്ടി കുറ്റക്കാരനല്ല എന്ന് ഏത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തത്? ഇല്ല, അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അബിൻ വർക്കി കൊണ്ടുവരട്ടെ. എവിടെയുള്ള ആ റിപ്പോർട്ട്? സാർ, 2006 തൊട്ട് 2011 വരെ ഉണ്ടായിരുന്ന സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് ആ റിപ്പോർട്ട് കൊടുക്കപ്പെട്ടത്. അവർ കുറ്റവിമുക്തനാക്കപ്പെട്ടത്. അങ്ങനെ ഒരു പ്രതി ഇല്ല എന്ന് നിങ്ങളുടെ ഭരണകാലത്താണ്. അല്ലെങ്കിൽ ആ കേസുണ്ടോ? ഇപ്പൊ ഐസ്ക്രീം പാർലർ കേസുണ്ടോ? ഏതെങ്കിലും കോടതിയിലുണ്ടോ? ഇപ്പൊ ഐസ്ക്രീം പാർലർ കേസ് കേരളത്തിൽ ഏതെങ്കിലും കോടതിയിലുണ്ടോ? ഐസ്ക്രീം പാർലർ കേസ് കേരളത്തിൽ ഏതെങ്കിലും കോടതിയിലുണ്ടോ? സംഭവത്തിൽ ഏതെങ്കിലും കോടതിയിലുണ്ടോ? എത്ര മൊഴിമാറ്റങ്ങൾ, എന്തെല്ലാം കേരളത്തിൽ ഏതെങ്കിലും കോടതിയിലുണ്ടോ? എന്തെല്ലാം മൊഴിമാറ്റങ്ങൾ, എന്തെല്ലാം അട്ടിമറികൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അട്ടിമറി നടന്നുവെന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അട്ടിമറി നടന്നിരുന്നു. CPM-നായിട്ട് തിരിച്ചുവിടാനുള്ള എല്ലാ അബിൻ വർക്കി ഇത്തരം ചർച്ചകളെ CPM-നെതിരായിട്ട് താങ്കൾ വസ്തുതാപരമായി മറുപടി പറയൂ. ഇഷ്ടമായ ഒരു താങ്കൾ വസ്തുതാപരമായി മറുപടി പറഞ്ഞാൽ മതി. ഞാൻ വസ്തുതാപരം ആ കേസിലെ പ്രതികളെ പണമൊഴുക്കി സാക്ഷിമൊഴി മാറ്റി കേരളത്തിലെ കോടിയേരി ബാലകൃഷ്ണന്റെ പോലീസ് കൂട്ടുനിന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? ഞാൻ കോടിയേരി സഖാവ് മരിച്ചുപോയി, ഞാൻ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയതിൽ വിഷമമുണ്ട്. അന്നത്തെ LDF സർക്കാരിന്റെ പോലീസ് ബാലകൃഷ്ണന്റെ പോലീസ് ഒന്നും ചെയ്തിട്ടില്ല. ആ കാലഘട്ടത്തിലാണ് സാർ ആ റിപ്പോർട്ട് ഒന്നും ചെയ്തിട്ടില്ല. LDF സർക്കാരല്ല, കുഞ്ഞാലിക്കുട്ടിയും ഇതെല്ലാം ഇവിടെ ആർക്കറിയാം? കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന രാജ്യം ഞെട്ടിയോ എന്ന കാര്യത്തിൽ സംശയവുമുണ്ട്. ഞെട്ടേണ്ടുന്ന അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ, മനുഷ്യത്വ വിരുദ്ധമായ നടപടിക്രമങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ നിയമം അറിഞ്ഞിട്ട് കണ്ണടച്ചു കൊടുത്തു എന്ന് പറയുന്നത് ഒരു സാധാരണ ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും എന്ന് പറഞ്ഞു പോകുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.